കോഴിക്കോട് CPIM-ലെ കോഴ ആരോപണം നിഷേധിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ PSC അംഗങ്ങളെ നിയമിക്കുന്നതിൽ വഴിവിട്ട ഒരു നടപടികളും ഉണ്ടാകാറില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. തട്ടിപ്പുകാർക്കെതിരെ സ്വാഭാവിക നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് വിശദീകരിക്കുന്നു. റോഷനെ CPM-നെ ഇപ്പോൾ പ്രതിസന്ധിയിലാക്കിയ ഈ PSC കോഴ വിവാദം അങ്ങനൊരു സംഭവം ഇല്ല എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞില്ല എന്നത് ശ്രദ്ധേയമാണ്. പ്രതിപക്ഷം സാന്ദർഭികമായിട്ടാണ് ഈ വിഷയം സഭയിൽ ഉന്നയിച്ചത്. പക്ഷേ അത് നിഷേധിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നുള്ളത് ഏറെ പ്രധാനമാണ് ഈ വിഷയത്തിൽ. ഇവിടെ PSC അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതോ അവരെ നിയമിക്കുന്നതോ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയുടെ ഭാഗമായിട്ടാണ് എന്ന് ആർക്കും പറയാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ PSC അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വഴിവിട്ട രീതികളും ഉണ്ടാകാറില്ല. മറ്റു പ്രശ്നങ്ങൾ തട്ടിപ്പുകൾ പലതരത്തിൽ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ. ഏതെല്ലാം തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് വേണ്ടി ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ള തട്ടിപ്പുകൾ നാട്ടിൽ നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ സ്വാഭാവികമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് അതിൽ കാണേണ്ടത്. ചോദ്യോത്തരവേളക്കിടെ സാന്ദർഭികമായിട്ടാണ് പ്രതിപക്ഷത്ത് നിന്ന് ഈ ഒരു വിഷയം N. ഷംസുദ്ദീൻ ഉയർത്തിവിട്ടത്. പാർട്ടിക്കകത്ത് ഇത്തരമൊരു വിവാദം നടക്കുന്നു, പാർട്ടി നേതാവിനെതിരെയാണ് ആരോപണം, വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ, നടപടി ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു ഷംസുദ്ദീൻ്റെ ചോദ്യം. ഒരു PSC അംഗമാകുന്നതിന് ഒരു ഭരണകക്ഷി നേതാവ് 60 ലക്ഷം രൂപ കോഴ ചോദിച്ചുവെന്നും അതിൽ 22 ലക്ഷം രൂപ ആ പാർട്ടി നേതാവിന് കൈമാറിയെന്നും ഇതിൻ്റെ അന്വേഷണം അങ്ങയുടെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ നടക്കുന്നുണ്ട് എന്നൊക്കെയാണ് സർ. ഇതിനു മുമ്പും PSC അംഗമാകുന്നതിന് ഇങ്ങനെ പണം കൈക്കൂലി കൊടുക്കുന്ന ഒരു വാർത്തകൾ വന്നിരുന്നു. ഇത് നമ്മുടെ നാട്ടിൽ ഈ ജോലിയും കാത്ത് പ്രതീക്ഷിച്ചിരിക്കുന്ന ധാരാളം ചെറുപ്പക്കാരുൾപ്പെടെ എല്ലാവർക്കും വലിയ പ്രയാസം ഉണ്ടാക്കുന്ന സംഗതിയാണ്. ഇപ്പോൾ കോഴിക്കോട്ട് നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഈ ആരോപണം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇതിൽ എന്ത് നടപടി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്? പാർട്ടിയിലെ യുവ നേതാവിനെതിരെ ഉയർന്ന ആരോപണം മന്ത്രി റിയാസിനെതിരെയും നീളുകയാണ്. പക്ഷേ ആരോപണം മന്ത്രി റിയാസ് നിഷേധിച്ചിട്ടുണ്ട്. വ്യക്തിപരമായി കഴിഞ്ഞ കുറേ നാളായി തന്നെ ടാർഗറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ തുടർച്ചയാണ് ഈ ആരോപണം. അത് തുടരുകയാണെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കൂടി മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്ന് വ്യക്തമാക്കി. തുടർച്ചയായി നെഗറ്റീവ് പ്രശ്നങ്ങളിലേക്ക് തന്നെ വലിച്ചെടുക്കുകയാണ്. അതിൻ്റെ ലക്ഷ്യമെന്താണെന്ന് ജനങ്ങൾക്കൊക്കെ അറിയാം. എന്നാൽ ഇങ്ങനെ വലിച്ചഴക്കുന്ന വിഷയങ്ങളിൽ വസ്തുതയൊന്നുമില്ല എന്ന് ബോധ്യമായാലും വലിച്ചഴക്കുന്നവർ അത് പിന്നീട് തിരുത്താനോ വിശദീകരിക്കാനോ തയ്യാറാകുന്നില്ല. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊരു അന്യായമല്ലേ ശരിക്കും? അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ അതിരുകളും കടന്നു വരുമ്പോൾ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഏതായാലും വിഷയത്തിൽ CPM-നകത്ത് കൊണ്ടുപിടിച്ച ചർച്ച നടക്കുകയാണ്. പക്ഷേ പ്രതിപക്ഷം വേണ്ട രീതിയിൽ അത് ആയുധമാക്കുന്നില്ല. കാരണം പരാതിയോ തെളിവുകളോ ഇല്ലാത്തത് കൊണ്ടാണ് പ്രതിപക്ഷം ഒരു അയഞ്ഞ മട്ടിൽ വിഷയം കൈകാര്യം ചെയ്യുന്നത്. ഏതെങ്കിലും തരത്തിലൊരു തുറന്നു പറച്ചിൽ വിഷയത്തിലുണ്ടായാൽ ആ സമയത്ത് ഏറ്റുപിടിക്കാമെന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ഈ വിഷയത്തിലെ നിലപാട്.